എത്തുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ പതനം എന്ന് പറയുന്നത് പിണറായിസത്തിനേറ്റ തിരിച്ചടി അത് തന്നെയല്ലേ? അങ്ങനെ പറയുകയല്ലേ നല്ലത്? പിണറായിസം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുകയല്ല. കാരണം അത് അൻവർ കണ്ടുപിടിച്ച വാക്കാണ്. അൻവർ എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷലിപ്തമായ ഒരു പ്രയോഗമായിട്ടാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. നല്ല രീതിയിലും പറയാം അല്ലേ? അദ്ദേഹത്തെ പൊതുരാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് പിണറായി വിജയൻ്റെ ഒരു വൈദഗ്ധ്യമാണ്. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ അദ്ദേഹം കൊത്തി. അതേ കളി സതീശൻ്റെ അടുത്തെടുത്തു. പക്ഷേ വി ഡി സതീശൻ്റെ അടുത്ത് നടന്നില്ല. അതും കൂടെ ഓർക്കണം. വി ഡി സതീശൻ ബലം പിടിച്ചു നിന്നു. അതാണ് സതീശൻ്റെ നിലപാട്. സതീശനെ അവിടെ പിടിച്ചു നിർത്തി. ഒരു കളിയും കളിച്ചില്ലല്ലോ. സതീശനെതിരെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ലേ കേരള നിയമസഭയിൽ? എന്തായി? സതീശനൊരു മറുപടി പറഞ്ഞിട്ടേ എന്തായിരുന്നു അറിയാമോ? എവിടെ പോയി അൻവർ? പി വി അൻവർ. അതാണ് സതീശൻ. അതായത് മഞ്ജുഷേ, പിണറായി വിജയൻ്റെ അടുത്ത് ചിലവാകുന്ന കളികളൊന്നും സതീശൻ്റെ അടുത്ത് നടന്നില്ല. അപ്പം പിണറായിയാണോ സതീശനാണോ വലുത് എന്ന ചോദ്യം കൂടി ഉണ്ട് അതിനകത്ത്. പോട്ടെ, ഇപ്പം പറയുന്നത് ഈ പരാജയത്തിൽ പ്രധാനമായ ഒരു ലക്ഷ്യം പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല CPM-ൻ്റെ അകത്തെയും ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. എന്ന് കരുതി മുഖ്യമന്ത്രിയുടെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കെതിരെയായിരുന്നു, അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കെതിരെയല്ല, അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, നോക്കുകൾ, അതുപോലെയുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നും കൊണ്ട് ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ, പറയരുതാത്ത ചില കാര്യങ്ങൾ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ റോഡ് ഷോയ്ക്ക് സമാനമായ ദൃശ്യങ്ങളാണ് എറണാകുളത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ വി ഡി സതീശന് അണികൾ നൽകുന്ന ആവേശകരമായ സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. UDF പ്രവർത്തകർ ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിലാണോ വി ഡി സതീശനെ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നറിയാനിരിക്കുകയാണ്. വി ഡി സതീശനാണോ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ആവേശകരമായ സ്വീകരണം കൊച്ചിയിൽ നൽകുന്നത് UDF പ്രവർത്തകർ. അല്ല, ഈ VDS CM എന്നല്ലേ പറയുന്നത്? VDS CM എന്നാണ്. അതായത് അണികൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു ശില്പി വി ഡി സതീശൻ തന്നെയാണ്. കാരണം 5 വർഷം കൊണ്ട് അദ്ദേഹം നെയ്തെടുത്ത ഒരു വിജയമാണ് ഇത്. അതിനകത്ത് യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ് കോൺഗ്രസിന് മുമ്പിൽ. അത് ഒരു പക്ഷേ ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. അത് വി ഡി സതീശൻ പോലും പറഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ. എപ്പോഴും കോൺഗ്രസിൽ അങ്ങനെയാണല്ലോ, ഹൈക്കമാൻഡിന്റെ മേലെല്ലാം കെട്ടിവെക്കുകയാണല്ലോ. ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കട്ടെ. അപ്പോൾ ലെജിസ്ലേച്ചർ പാർട്ടി കൂടിയാൽ പോലും അവർ തീരുമാനിക്കും. ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു. എന്നിട്ട് അവർ രഹസ്യമായിട്ടൊക്കെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളോട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എണ്ണി തിട്ടപ്പെടുത്തിയ വോട്ടനുസരിച്ച് UDF നേടിയ സീറ്റുകൾ, അതിൻ്റെ ഒരു ആധിക്യം, അതിൻ്റെ ഒരു വളർച്ച, UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു വളർച്ച, ആനുപാതികമായിട്ട് കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയ സീറ്റുകൾ കിട്ടുന്നത്. ഇതിനൊക്കെ കാരണം സാക്ഷാൽ വി ഡി സതീശനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ എവിടെ പോയാലും ഇത് UDF-ന് അനുകൂലം അല്ലെങ്കിൽ UDF തരംഗം എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതോ ഇത് പിണറായി വിരുദ്ധ തരംഗം എന്നുള്ളതാണോ? UDF അല്ല, ഒരു തരംഗം ഉണ്ടാകണമെങ്കിൽ ഒരു മറുതരംഗം കൂടെ വേണമല്ലോ. പക്ഷേ ഇത് പിണറായി വിജയനെതിരായുള്ള ജനവിധി, അത് ഞാൻ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. ഒരു കൂട്ടം പാർട്ടി അണികൾക്ക് അല്ലെ പാർട്ടിക്കാർക്ക് പിണറായി വിജയൻ എന്നത് ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഞാനത് ചോദിക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ചെയ്തികളല്ലേ അതിന് കാരണമായതെന്ന്. അപ്പോൾ ആ വലിയ കൂട്ടം, അത് കുറച്ച് നേതാക്കൾ മാത്രമല്ല, ഒരു വലിയ വിഭാഗം അണികൾ LDF അധികാരത്തിൽ തുടരുന്നത് ശരിയല്ല, അത് പാർട്ടിയെയും മുന്നണിയെയും തകർക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത്
പിണറായി വിരുദ്ധരാണ്, അതായത് പിണറായി വിജയന്റെ ചെയ്തികൾക്കെതിരെയുള്ള വികാരമാണ്. അതായത് ഞാൻ പിണറായി വിരുദ്ധ വികാരമല്ലേ അവിടെ പ്രതിഫലിച്ചത് എന്ന് തോന്നുന്നു. പിന്നെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് UDF ആണ്. അതുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടായി. അതെ അതെ മഞ്ജുഷേ, നമ്മൾ ഈ രാഷ്ട്രീയത്തെ ആ നിലയ്ക്കൊന്ന് കണ്ടു നോക്കിയേ. ഓരോ തെരഞ്ഞെടുപ്പിനും EMS നമ്പൂതിരിപ്പാട് ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? കയ്യിലൊതുക്കിയത് നമ്മുടെ ഇറാഖിലെ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് സദ്ദാം ഹുസൈൻ്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്വന്തമാക്കി സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്. 84-ൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ കേരളത്തിലെ വർഗീയത, ന്യൂനപക്ഷ വർഗീയത അപകടമാണ്, അതാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കാരണമാകുമെന്നുള്ള EMSൻ്റെ ഒരൊറ്റ പ്രസംഗം, അതിൻ്റെ പേരിൽ നടന്ന പൊല്ലാപ്പ്, വഴക്ക്, ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ 87-ലെ തെരഞ്ഞെടുപ്പ് CPMൻ്റെ കയ്യിലായി. 87-ല് അതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BD സതീശൻ എന്താ ചെയ്തതെന്നറിയാവോ? അത് ഭയങ്കര രസമാണ്. അത് കാണും. ഞാനിത് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു, കുറച്ചൊക്കെ ഒന്ന് നോക്കി കാര്യങ്ങൾ. CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ കുറേ വിവരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു. കണ്ണൂരിൽ നിന്നും കുറേ വിവരങ്ങൾ ശേഖരിച്ചു. എന്താണെന്നറിയാമോ? CPMൻ്റെ അകത്ത് BD സതീശൻ ചില നീക്കങ്ങൾ നടത്തി. പച്ചയ്ക്ക് പറഞ്ഞാൽ ചില കളികൾ കളിച്ചു. ആ കളികളെയാണ് അദ്ദേഹം പേരിട്ട് വിളിച്ചത് വിസ്മയങ്ങൾ കാണും നിങ്ങൾ. വിസ്മയങ്ങൾ കേരളം കാണും. എന്തായിരുന്നു അറിയാം വിസ്മയം? G. സുധാകരൻ, CPMൻ്റെ വളരെ ശോഭിക്കുന്ന ഒരു നേതാവ്, ഒരു അഴിമതി തൊട്ട് തിണ്ടിയിട്ടില്ലാത്ത, നമുക്കൊക്കെ വലിയ ബഹുമാനത്തോടെ കാണുന്ന, നമ്മളൊക്കെ വലിയ ബഹുമാനത്തോടുകൂടി കാണുന്ന G. സുധാകരൻ ആലപ്പുഴയിൽ അദ്ദേഹം ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ പ്രായമുള്ളവരൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അവർക്കൊന്നും 75 വയസ്സ് പ്രായം പരിധിയൊന്നൊരു പ്രശ്നമല്ല. ഞാനിവിടെ തൊണ്ട് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു. അത് പിന്നെ ആരാ? ഐഷ പൊറ്റി, കൊട്ടാരക്കര, വളരെ നിരാശപ്പെട്ട് കഴിയുകയാണ്. അവർക്ക് കാറില്ല എന്നൊക്കെയാണ് പരാതി. കാർ തന്നില്ല, MLA ആയിട്ടും കാർ തന്നില്ല എന്നൊക്കെയാണ് പരാതി. എന്നിട്ട് എന്നെ വീട്ടിലിരുത്തിയിരിക്കുന്നു. CPMൻ്റെ ലോക്കൽ കമ്മിറ്റി യോഗത്തിന് പോലും പങ്കെടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അത്തരം കാര്യങ്ങൾ ഒടുവിൽ നോക്കിയപ്പോൾ എന്തെന്നാ കണ്ണൂരിലെ കാര്യങ്ങളിലേക്ക്, കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കോട്ടയാണ്, അവിടേക്കും കടക്കാൻ പറ്റത്തില്ല. CPM അംഗങ്ങൾക്ക് പോലും കിട്ടാത്ത തരത്തിൽ ഉള്ള കോട്ട ഒരുക്കിയ ആ രഹസ്യ കോട്ടയിൽ കടന്നു ചെന്ന് BD സതീശൻ്റെ ആൾക്കാർ, ആരോ ദൂതന്മാരോ ശിങ്കിടികളോ എന്തൊക്കെയോ, അവർ കണ്ടുപിടിച്ചു ഇവിടെ പ്രശ്നമുണ്ട്. ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ ഒരു നിരാശ, അവിടെ ഒരു അമർഷം പുകയുന്നത് BD സതീശൻ കണ്ടു. അല്ല, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് സ്വയം ഉയർന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ആ നിരാശരായ നേതാക്കൾ ഉയർത്തിവിട്ടപ്പോൾ അതിനെ മുതലെടുക്കുകയല്ലേ ചെയ്തത്? അവിടെ ചെന്ന് ഇത് ഉൽപ്പാദിപ്പിച്ചത് BD സതീശനാണെന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പിണറായിയുടെ ചെയ്തികൾ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതിനെ അത് ഗുണകരമാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതൊരു ഘടകം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാർട്ടി അണികൾക്ക്. അതായത് കണ്ണൂരിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ അതൊരു ഘടകമായി, പല ഘടകങ്ങളിൽ ഒന്ന്. ഞാൻ പറയുന്നത് സതീശൻ്റെ പ്രായോഗിക ബുദ്ധി കണ്ടത് ഇതൊന്ന് ഊതിപ്പെരിപ്പിച്ചാൽ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാക്കാം എന്ന ആ രാഷ്ട്രീയ ബുദ്ധിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുപോലെയാണ് പയ്യന്നൂരിൽ കണ്ടത് അത് തന്നെയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി. ഇതിൻ്റെ അകത്ത് എനിക്കറിയാം ഇത് വെറുതെ അദ്ദേഹം ഉണ്ടാക്കിയതൊന്നുമല്ല. ഞാൻ പറയട്ടെ, G. സുധാകരൻ നിരാശ പൂണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒന്ന് പുറത്തു കൊണ്ടുവന്നാൽ കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയാകും, അതൊരു വലിയ വിസ്മയമാകും എന്ന് കണ്ടുപിടിച്ചതാരാ? ആരെങ്കിലും പാർട്ടിക്കാരുണ്ടാവണ്ടേ? അത് ലക്ഷ്യം വെച്ച് കണക്ക് കൂട്ടി പരതി നടന്നു. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി നടന്നു. കേരളം മുഴുക്കുകയും ഉണ്ട്, കൊട്ടാരക്കര, ആലപ്പുഴ. അല്ല, അങ്ങനെ പരതി നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ പരിഹാസ സ്വരങ്ങൾ, ഞാൻ ഉദ്ദേശിച്ച പിണറായി വിജയനാണ്, അതൊക്കെ അങ്ങനെ ആയിരുന്നു. അത് പൊതുസമൂഹം കാണുന്നതായിരുന്നു. അല്ല, അതൊരു വശത്ത് അതിനൊരു രഹസ്യ നീക്കം നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അവിടെ. അല്ലല്ല, ഇത്തരം വിസ്മയങ്ങൾ കണ്ടുപിടിക്കാൻ, വിസ്മയം എന്നുള്ള വാക്ക്, വിസ്മയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് പരിഹസിക്കുക, പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ, BD സതീശന്റെ പ്രസ്താവനകളെ നേരിടാൻ നുണേശൻ എന്നുള്ളൊരു പേരിടുകയും ചെയ്തു. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടു. അത് CPMകാരുടെ കൗണ്ടർ പ്രചരണം. പക്ഷേ അതിനെ വെല്ലുന്ന ഒരു സ്ട്രാറ്റജി
VD സതീശൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് ഫലിച്ചു. അതിലെ കേരളം അങ്ങോളം ഇങ്ങോളം CPMൻ്റെ ഹാർഡ്, ശരിക്കും പറഞ്ഞാൽ കേഡർ, ആ കേഡറിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ അകത്ത് പിളർപ്പുണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും VD സതീശന് കഴിഞ്ഞു. അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതൊരു ഭയങ്കര സംഭവമായി. ഇനി കേരള ചരിത്രത്തിലല്ല, ഒരുപക്ഷെ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ പോലും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം, വേണമെങ്കിൽ നമുക്ക്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, CPMലെ എണ്ണപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ നേരിട്ടോ അല്ലാതെയോ VD സതീശനെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അവർ മറയത്തായിരുന്നു അല്ലേ? ശരി, എൻ ശ്രീകുമാർ, അത് പക്ഷെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. അത് കോൺഗ്രസിനെ കുറിച്ചൊരു നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല. നെഗറ്റീവായിട്ടല്ലേ പറഞ്ഞത്? സതീശൻ പിണറായിയുടെ നെഗറ്റീവാണ്. പിണറായി വലിയ പാർട്ടിയുടെ കേഡർ പാർട്ടിയുടെ തലപ്പത്തിരുന്നിട്ടെ പിണറായി വിജയൻ ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.